കൊച്ചുവനെ എടാ നല്ലൊരു എടാ കൊച്ചുവൻ ഇത് ഇവനെ എവിടെയാടി? ഓ ഇവിടെ ഉണ്ട്. കൊച്ചുവൻ എവിടെയാ? എന്നാടേ ഇത് ഞാൻ ഒന്ന് നോക്കിട്ട് വിളിച്ചിട്ടും കേൾക്കണം. എടാ കൊച്ചുവൻ എടാ വന്നടാ, ഒരു കാര്യം പറയാൻ വേണ്ടിട്ടല്ലേ. എടീ ഇവിടെ ആരും ഇല്ല ഇവിടെ. ഈ പുള്ളിന് ചേട്ടായി പണിയെടുപ്പിക്കില്ല. കൊച്ചുവാന നിന്റെ തീരുമാനം തന്നെ. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എന്തോരം നേരം വിളിക്കണം ഇവിടെ കിടന്ന്. എടീ ഓ എന്നാട്ടെ കിടന്ന് ചുമ്മാ ഇത് എന്നെ കിടന്ന് വിളിക്കുന്നേ? എടാ നിന്റെ പെണ്ണുപിള്ള തുണിയലക്കും പരിപാടിയൊന്നും നിനക്ക് കഴിഞ്ഞില്ല ഇതുവരെ. എടാ നല്ലൊരു കാര്യം നടക്കാൻ പോവാ, നീ അവളെ കൂടെ ഒന്ന് വിളിക്ക് പെട്ടെന്നാട്ടെ. അതെ നോക്കേ ചേച്ചി എന്റെ നിലപാടല്ല. ചേച്ചി എന്നാ പറഞ്ഞേ? എന്റെ പൊന്നിച്ച ഞാനെങ്ങും പറഞ്ഞിട്ട് കേൾക്കത്തില്ല. എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എടിയേ ഓ നീ ചേച്ചിനെ വിളിച്ചോ? ഇച്ചായ ചേച്ചി അവിടെ ഒറ്റക്കാലി നിൽക്കുവാന്നേ. ഒറ്റക്കാലിയൊക്കെ നിന്റെ ദർഭകോണം വല്ലതും കൊണ്ടോ? എന്റെ ഇച്ചായ അതല്ല, ചേച്ചി പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്നേ. എനിക്ക് ഇതൊക്കെയാണ് ചേട്ടായി. നമ്മൾ കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ആകെ നാണക്കേടാണുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ അവർ വന്ന് പെണ്ണിനെയും കണ്ടിട്ട് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഇന്ന് വരും, അവർക്ക് വേറെ താമസമല്ല, ആരെ അറിയിക്കേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെ വീട്ടിൽ വെച്ച് തന്നെ കല്യാണം നടത്താമെന്ന് പറഞ്ഞ് പോയേക്കണ ആൾക്കാരോട്ട് ചേച്ചി ഇത് സമ്മതിക്കാൻ എന്നിട്ട് കാര്യമുണ്ടോ? ചേച്ചി എന്നിട്ട് പേരിലെ മാത്രം വിളിക്കണത്? എനിക്കറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും എത്ര നേരമായിട്ട് നാത്തൂനോട് പറയണം ഒരുങ്ങ് അവരിപ്പോ വരുമെന്നും പറഞ്ഞോട്ട്. ഈ ആങ്ങളമാർ രണ്ടും കല്യാണം കഴിച്ച് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണു. ഒരു പെങ്ങൾ നരച്ചു മൂത്തോടെ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇറങ്ങി നമുക്ക് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുന്നത് എന്നോട് മറ്റേ സണ്ണിച്ചായനോട് വിളിച്ചു ചോദിച്ചല്ലോ. എന്നാ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടിട്ട്. ഇതൊക്കെ എന്നാ സ്വർണം വേണോ മാല വേണോ എന്നാ നമുക്കുള്ള വീതത്തിന് എന്താണോ അത് കൊടുക്കാൻ നമ്മള്. അത് പറഞ്ഞല്ലോ കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ചേച്ചി വരാൻ പറഞ്ഞു. നാട്ടുകാർ പറയുന്നതേ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ കെട്ടിച്ച് വിടാതെ ഇവിടെ നിർത്തിയിരിക്കുവാണ്. എന്തൊക്കെയാ പറഞ്ഞിട്ടാക്കണപ്പോ? എന്നെ കയറുമായിട്ട് ഞാൻ പോകുക. എവിടെ പോണ്? ഭരിക്കാൻ പോകുക. ഭരിക്കാൻ ഗവൺമെന്റ് ഉണ്ട്. അതല്ലെന്ന് ഞാൻ കെട്ടിത്തൂക്കി ചാകാൻ പോവുക. എന്തിനാ ചാകണേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞു? ഇല്ല പറഞ്ഞില്ലല്ലോ. എടാ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അന്യ പുരുഷന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് അതിന് ആഗ്രഹവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ കല്യാണം വേണ്ട. എന്തിനു നിങ്ങൾ എന്നെ ഉദ്ധരിക്കണം എന്നാണ് എന്റെ ചോദ്യം. ചേച്ചി ഒരു കാര്യം വന്നേ ഇങ്ങോട്ട് വന്നേ. അപ്പച്ചനും അമ്മച്ചും മരിച്ചതിന് ശേഷം ഞങ്ങളെ രണ്ടുപേരും വളർത്തി ചേച്ചി ഇത്ര ആക്കി ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആ ചേച്ചി ഇവിടെ ഈ നരച്ചു മുത്തോടെ നിൽക്കുന്ന ഞങ്ങൾക്ക് വിഷമമുണ്ടെന്നേ. എടാ മക്കളെ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ അനിയന്മാരാ, പ്രായത്തിൽ കുറഞ്ഞവരാ. പക്ഷെ ഞങ്ങൾ പറഞ്ഞ കൂടെ ഒന്ന് കേൾക്കാനും അനുസരിക്കാനും ആ ചേച്ചി ഒന്ന് മനസ്സിലാക്കുക. എടാ എന്റെ മക്കളെ, എനിക്ക് ഒന്നാമത്തെ കാര്യം അന്യപുരുഷന്മാരെ കാണുന്നത് ഇഷ്ടമല്ല. അറിയാലോ. അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ചതി എന്നാണ് എന്റെ ചോദ്യം. ചേച്ചി ഇതിന് സമ്മതിക്കും. ഞാൻ പറയട്ടെ, വയസ്സാം കാലം ആകുമ്പോൾ നമുക്ക് നോക്കാനും പിടിക്കാനും എല്ലാം എപ്പോഴും ഉണ്ടാവുന്നവർക്കില്ല. ഞങ്ങളും വേറെ പെണ്ണുങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവളുടെയൊക്കെ സ്വഭാവം എപ്പോഴും മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല. അവസാന സമയത്ത് ചേച്ചിക്ക് ആരും ഇല്ലാതെ വരരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് ഈ തീരുമാനം ഉണ്ടാക്കിയത്. അല്ലല്ല, എനിക്ക് നിങ്ങളുടെ ഇതൊക്കെ മനസ്സിലായി. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഞാൻ കാര്യം പറയാം, എന്നെ അങ്ങനെയുള്ള ആഗ്രഹമാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം. കാരണം എന്നെ വേണ്ടാത്തവർക്ക് പിന്നെ ഞാനെന്തിനാ. എനിക്ക് 2 ഡിമാൻഡ് ഉണ്ട്, അത് ഞാൻ പറയും. 2 ഡിമാൻഡ് ഉണ്ട്. ഞങ്ങൾ എന്താണെങ്കിലും അംഗീകരിക്കാം. സമ്മതിക്കാം. നിങ്ങൾക്കാർക്കും എന്നെ വേണ്ട, പിന്നെ ഞാൻ സമ്മതിച്ചല്ലേ. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിനും ഓർത്ത് അങ്ങനെ വർത്താനം പറയല്ലേ. ഞാൻ കല്യാണം കഴിക്കുന്ന പുരുഷൻ ഏതവനായാലും ശരി, അവന്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ പറയരുത്. ഞാൻ തൊടില്ല, അവന്റെ ശരീരത്തിൽ പോലും തൊടില്ല, അവനെ നോക്കില്ല. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞാൽ ഞാൻ കിടക്കില്ല. ഞാൻ ഏതെങ്കിലും കട്ടിലെ മാറി കിടക്കും. അങ്ങനെ എവിടെയെങ്കിലും പോയി കിടന്നു. ഞാൻ കിടക്കില്ല മക്കളെ, കിടക്കും. ഈ ഡിമാൻഡ് അംഗീകരിക്കാമെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കും. ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞു പിന്നെ അതൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ സമ്മതിച്ചേ പറ്റൂ. കല്യാണം കഴിയുമ്പോൾ ഒന്നുമല്ല, ശരിയായാലും ശരിയായാലും നടക്കട്ടെ. മനസ്സിലായോ? അപ്പച്ചനെ ചേച്ചി വന്നേ, അപ്പച്ചനെ അമ്മച്ചനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. അവരിപ്പോ വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ നടത്തും. എടിയേ എന്നാലും നാത്തൂമാരെ എന്നെ പറഞ്ഞു വിടുവാണല്ലോ അല്ലേ. ചേച്ചിയുടെ കുടുംബജീവിതം നന്നാകാൻ വേണ്ടിട്ടല്ലേ ചേച്ചി. എന്റെ ഡിമാൻഡ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കൂ. അംഗീകരിച്ചെന്ന് അയാൾ ചേച്ചിയുടെ മേത്ത് തൊടുത്തില്ല. ഓരേ ചേച്ചി മാറി കിടന്നോ. ഓക്കെ, മുട്ടൂത്തി പ്രാർത്ഥിച്ചേരി. അപ്പച്ചനെ അമ്മച്ചനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശ്വരിക്കട്ടെ. അവരിപ്പോ വരും. മുഖത്ത് നോക്കി ഞാൻ ഇനി എന്തൊക്കെ എന്റെ ചേച്ചി പോയി ഒരുങ്ങി. ചേച്ചി ഒന്ന് പോയി ഒരുങ്ങി. ഉള്ളത് എന്താണോ എന്നാണ് നമ്മളെ വളർത്തിയതാ, അതിന് കൊടുത്തു വിട്ടേക്ക്. അതിനകത്ത് കണക്ക് പറയരുത്. ഈ പെണ്ണുമ്പിള്ളമാര് കയറി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കണക്കും പറയും. ഇതൊക്കെ കൊണ്ടു വെച്ച്. നമസ്കാരം.
പീറ്റർ. പീറ്ററെ വാ. വാ, വാ, വാ. ഓ, പിശാചേ, പോ. പീറ്ററെ, നീ എവിടെ പോവാ? പാസ്റ്റർ പൊക്കോളാൻ പറഞ്ഞേ. നിന്റെ കൂടെയുള്ള പിശാചുക്കളോടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നീ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനാണ് വന്നിരിക്കുന്നത്. പിശാചുക്കളൊന്നും കൂടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? എല്ലാ കാര്യങ്ങളും ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് മംഗളകർമ്മം അങ്ങ് നടത്തണം എന്റെ കാർമ്മികത്വത്തിൽ അല്ലേ? ആ, വാ ഇരിക്കാം. പീറ്ററെ വാ, ഇരിക്കേ. ചായ കുടിക്ക്. ചേച്ചി പയ്യെ പറയാവോ? തൊട്ടടുത്ത് പീറ്ററെ ഇരിക്കേ. കഴിക്കാം. നിന്റെ ആവശ്യത്തിനുള്ള നിനക്ക് ഇവിടെ നിർത്തി കഴിക്കാം. ഒത്തിരി പേരെ അറിയിച്ചിട്ടില്ല. അതിനകത്തൊന്നും അതുകൊണ്ട് കുനിയില്ലെന്നോ? കൊണ്ടുവാ. എടാ നീ ഇങ്ങോട്ട് മാറി കൊച്ചുപോനെ പീറ്ററെ കേട്ടിക്കോ. കഴിച്ചോ. ആ, വെട്ടിക്കേറ്റില്ല, എനിക്ക് വേണ്ട. എന്റെ പീറ്ററിന് ഒരു ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അവൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ തലക്കലിരുന്ന് കരയണം. വർഷാവർഷം അവന്റെ കുഴിമാടത്തിൽ ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. അത് മാത്രം ഒരു ബെല്ല്. ഇച്ചേ കൊച്ചു സാരമില്ല, ഞാൻ കൈവച്ച് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്നും വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം. തലക്കമാത്തിരുന്ന് കരയണം, കുഴിമാടത്തിൽ കൊണ്ടു തിരി കത്തിക്കണം. പീറ്ററിന് ഒറ്റ ആഗ്രഹം മാത്രം, അവന്റെ തലയ്ക്ക് ഭാഗത്ത് മനസ്സിലായിരുന്നേ, അത്രയല്ലേ ഉള്ളൂ. ചേച്ചി അതിനൊക്കെ പ്രാപ്തിയാണ്. നല്ല പ്രാർത്ഥനയും വിചാരവും കുടുംബവിചാരം ഒക്കെ ഉള്ള ആളാണ്. ഒരു കുഴപ്പമില്ല. എന്നാ വിളിച്ചോളുക. ആ എന്നാ ഇരിക്കും. ചേച്ചി സത്യം പറയട്ടെ, ചേച്ചി ഒരുങ്ങിയപ്പോ എന്നാ രസം കാണാൻ. ചൂഹിച്ചോളെ പോലെ എനിക്കറിയാല്ല. സത്യമായിട്ട് ഞാൻ പടം പൊഴിയാറായ മൂർഖനാണെന്ന്. ചേച്ചിനെ ഇങ്ങനെയൊന്ന് കാണാനാ ഞങ്ങൾ കൊതിച്ചത്. നോക്കിയേ, ആളെ നോക്കിയേ. ചേച്ചി അങ്ങനെയൊക്കെ നോക്കിയേ, അങ്ങനെ കാണിക്കല്ലേ. എന്താന്ന് വെച്ചാൽ വേഗം ആവട്ടെ. ഇങ്ങോട്ട് പീറ്ററേ, എങ്ങനെയുണ്ട്? പീറ്ററിന് ഇഷ്ടപ്പെട്ടതാണ് പീറ്റർ പറഞ്ഞത്. അപ്പൊ നമുക്കിനി കൂടുതൽ താമസിക്കേണ്ട. അയലോക്കംകാരൊന്നും കൂടുതൽ അറിയിച്ചിട്ടില്ല. അപ്പൊ എത്രയും വേഗം ചടങ്ങ് അപ്പം നടത്താം. എന്റെ നേതൃത്വത്തിൽ ഇവരെ ഞാൻ ഇന്നിവിടെ ഒന്നാക്കുന്നതാണ്. പീറ്റർ വാ, കൈ ഇങ്ങനെ കാണിക്ക. ആരെയും അറിയിക്കാത്ത സ്ഥിതിക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് ഞാൻ നടത്തിയിരിക്കും. കൈ ഇങ്ങോട്ട് കാണിച്ചോ. നടക്കില്ല. ഞാൻ പറയുന്നത് ശരീരത്തിൽ തൊടില്ല. വേണ്ട, നടക്കില്ല. കൈ തരി, ഞാൻ ആരുടെയും ശരീരത്തിൽ തൊടൂല്ല. ചേച്ചി പറഞ്ഞല്ലേ, കുഴപ്പമില്ല. ഇതിന്റെ പുറത്ത് വെക്കാലോ. ഇവിടെ വെക്കാണോ? അങ്ങോട്ട് പോയി. എന്തൊരു കഷ്ടമാണ്. വെക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പീറ്ററിന് ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരിക്കാവൂ. അപ്പം എന്തായാലും ഇന്ന് മുതൽ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ. എന്നാ അയലോക്കംകാർ കൂടുതലും പച്ചാൻ പോവല്ലേ? അതെ, ഞാൻ പോവാണ്. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇവിടെ അതെ, എന്തായാലും ഞങ്ങളുടെ ചേച്ചീനെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകല്ലേ ഞങ്ങള്. അറിയാം, ഞങ്ങളെ വിട്ട് ചേച്ചി മാറി നിന്നിട്ടില്ല. ഇപ്പൊ അച്ഛൻ്റെ കൂടെ പോകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളങ്ങ് വരാം. ഞാൻ കൊണ്ടുപോണില്ല. പിന്നെ പാസ്റ്റർ കൊണ്ടുപോണേ? പാസ്റ്റർ കൊണ്ടുപോകുന്നില്ല. എന്റെ പ്രാർത്ഥനാലയത്തിൽ നിന്നും എങ്ങനെ ഒഴിവാക്കണമെന്ന് കരുതിയാണ് വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. ഇനി മുതൽ പീറ്റർ നിങ്ങളുടെ കൂടി ഈ ഭവനത്തിൽ താമസിക്കും. അയ്യോ, അപ്പൊ പീറ്ററെ നന്നായി വരിക. എല്ലാവരോടും ഞാൻ അങ്ങോട്ട് ഒന്ന് പോകാവോ ആൾക്കാരെ കൂട്ടാതെ? ഇങ്ങോട്ട് വന്നേച്ചാ. ഒരെണ്ണത്തിന് ഒഴിവാക്കാൻ നോക്കിയപ്പോ ഇപ്പൊ രണ്ടെണ്ണം കൂടെ നമ്മുടെ തലയിലായില്ല. ഈ വീട്ടിൽ നിന്ന് പോകണ്ടേ? അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടല്ലോ. എനിക്ക് ഈ വീട് വിട്ട് പോകണ്ടല്ലോ. നാട്ടു നടപ്പെന്ന് പറയുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ചെറുക്കൻ കെട്ടി ചെറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ വരിക. അങ്ങനെയാണ് അതിന്റെ. അതെ, എന്നാന്നറിയോ, ഞാൻ പള്ളിയിലാണല്ലോ താമസിച്ചോണ്ടിരുന്നത്. അവിടെ മടുത്തു കഴിഞ്ഞപ്പോ ഒരു കെട്ടിച്ചു തന്നത്. പിന്നെ ഇവക്കും വീതം ഉണ്ടല്ലോ, അപ്പൊ എനിക്കും കൂടെ ആവൂല്ലോ. ഇവിടെ റൂം ഏതാ? റൂം ഇവിടെ ചേച്ചി ഇവിടെ ഈ റൂം വന്നേ. ഇപ്പൊ എന്റെ ദൈവമേ. അല്ല പറഞ്ഞില്ലേ, കുടുംബജീവിതം ആരംഭിക്കാൻ പോകുന്നു. ഒരു സന്തോഷമായിട്ട് ജീവിക്കാം. അല്ലാതെ വേറെ ഒന്നും പറയില്ല. ചേച്ചി അങ്ങോട്ട് കയറി. നീ പൊക്കോ. ചേട്ടാ ഒന്ന് പറഞ്ഞു വിട്. ശരിയാക്കി തരാം ഞാൻ. തൊട്ട് നോക്കാം. തുടരുത്. എടിയേ നാത്തൂനെ, ആ പ്രഷറിന്റെ ഷുഗറിന്റെ ഗുളിക എടുത്തോണ്ടോ. എടി കൊച്ചേ, ആ ഗുളിക വന്നിട്ട്
ചേച്ചി എന്തോ പറ്റി? പരാക്രമം കണ്ടില്ലേ? എന്ത് സംഭവിക്കാം? അയ്യോ അയ്യോ ചേച്ചി വിയർക്കുന്നു ചേച്ചി. അയ്യോ ചേച്ചി എന്തിനുള്ള പുറപ്പാടാണോ ഇന്ന് മറ്റേ അന്യ പുരുഷന്റെ ശരീരത്തിൽ? പറയുന്ന കേക്ക്. വേണ്ട, ചേച്ചി പാലൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ. ഞാനാ എന്റെ പട്ടി പോകും. എന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് എന്നാ സംഭവം തല ഇറങ്ങിയെന്നേ. തല ഇറങ്ങി ചേച്ചി. ചേച്ചി എന്നാ? പാല് കൊണ്ടുവരുന്നുണ്ടോ? ആ പാലുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 അണ്ടിപ്പരിപ്പും ബദാമും അയ്യോ, ഒരു 4 മുരിങ്ങക്കോല് കീറിയിട്ട് ചേച്ചി പഴക്കഥകളിൽ കേട്ട കഥകളൊക്കെ പുനർജനിക്കുകയാണല്ലോ. ചേച്ചി ചേച്ചി എന്നിട്ട് ഇതെന്നെ കാണിക്കണേ ചേച്ചി. ഇന്ന് ചേച്ചിയുടെ ജീവിതം ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇറക്കും. അതൊന്ന് മനസ്സിലാക്ക്. ചേട്ടായി പിന്നെ ആ, നാളെ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോഴേ ഇത്തിരി അണ്ടിപ്പരിപ്പും ബദാമും മേടിച്ചോണ്ട് പോരും കേട്ടോ. ആർക്ക്? നമുക്ക്. പിള്ളേരെവിടെ? പിള്ളേര് കിടന്നുറങ്ങി. ഞാൻ ഇന്ന് പിള്ളേരുടെ കൂടെയാണ്. എടി വെച്ച് പാൽ ഇവിടെ ഇരിപ്പില്ലേടി? ഞാൻ എടുത്തരാം. എടാ കൊച്ചുമോനെ ഒന്ന് വേഗം എടുത്തേടാ ഇങ്ങോട്ട്. ഞാൻ മനം നിന്നോട് ചേച്ചി ഇതെന്തിനാ ഇത്? ആദ്യ രാത്രിയല്ലേ ഇങ്ങനെയൊക്കെയാ ചാട്ട. എടി നിങ്ങൾ പെണ്ണുങ്ങൾ എന്നാ ചെയ്യണ്ട. പറഞ്ഞു കൊടുത്തതായി ചായ. ഓ ഞാൻ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ മക്കളെ? അതൊന്നും കുഴപ്പമില്ല. ചേച്ചി ചേച്ചി സന്തോഷത്തോടെ വേണം റൂമിലോട്ട് പോവാൻ കേട്ടോ. ഒരു കാര്യം ചെയ്യൂ, ആ വാവുളിയന്മാരെ വിടുന്നുണ്ടോ അതിനെ ഇങ്ങോട്ട്? ഒന്ന് ചെല്ലാൻ മനുഷ്യൻ നമ്മുടെ തലക്ക് പ്രാർത്ഥന പിടിച്ചിരിക്കും. അതെ ചേച്ചി വാ. നിങ്ങളും കൂടെ വരുമോ? നിങ്ങളും കൂടെ വരുമോ? ചായ നാത്തൂന് പേടിയാ. ഞങ്ങളും കൂടെ ചെല്ലാൻ. എന്നാ പേച്ച വർത്താനാക്കി ചേച്ചി നോക്കട്ടെ, നീ നമുക്ക് അധികം പോയി. ചേച്ചി ഒന്നും കൊള്ളാം. കളി കളഞ്ഞിട്ട് ചെന്നേ. ചെല്ലു. ജീവിതമാണെ കുറച്ച് സൈക്കോം പിടിക്കൊക്കെ ചെയ്യണം ചേച്ചി. പോന്നു എന്നാലും ചെല്ലി അങ്ങോട്ട് കയറി. ചേച്ചി ചെല്ലി. അതിനെ കണ്ടാൽ ചേച്ചി ഇവമേ, എന്നാണ് എന്നാണെങ്കിലും ചേച്ചിനെ വീട്ടിൽ ചേച്ചിക്കുള്ള വീതം എന്നാണെന്ന് വെച്ചാൽ എത്രയും വേഗം ആ പുള്ളിയുടെ പേര് എഴുതി അത് കൊടുക്കും. കൊടുക്കാം. അതിന് ഇതിന്റെ പുള്ളി പ്രാർത്ഥനാലയത്തിൽ ജീവിക്കുന്ന ആളാ. പുള്ളിക്ക് വേറെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലേ? ഒരു 10 മണിക്കൊക്കെ സാധാരണ കിടക്കാറ്. എടാ ഒന്ന് കേറി കിടക്കടാ. ഇത് ഞാനൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങും. ചുമ്മാ ഉറങ്ങാതെ കാത്തിരിക്കുക. കൊച്ചോനെ കേറി പോണ വാവുളിയാ. അയ്യോ ഇച്ചിരി കൂടെ ചെല്ലി ചായ. ഇതെന്നാ ഒച്ച കേട്ടെ? അയ്യോ അയ്യോ എന്നാ ഇതിന്റെ മൂക്കില് ചോര. അയ്യോ ദേ ചോര. മൂക്കിലെ എന്റെ മക്കളെ എന്നാ പറ്റിയ? എന്നാ പറ്റിയെ? ഇതെന്നാ പറ്റിയെ? ഒന്നുമില്ല. ഇനിയിപ്പോ ആരോടും പറഞ്ഞു എന്നാ നാത്തൂനെ? ഒന്നുമില്ലേ? കാര്യം പറ. ചായ ചോദിക്ക്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അങ്ങനെ ഉറക്കണ്ടാക്കരുത്. അളിയനാ അത് ഉറക്കും. എന്നെ കാര്യം അറിഞ്ഞിട്ട് ഉറക്കണ്ടാവുള്ളൂ. ഹലോ മക്കളെ, ചേച്ചി എന്നാ ചിണ്ടായ? വേണ്ട, നീ അത് വിഷയാക്കണ്ട. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. വിഷയാക്കണ്ട. ഹലോ ഒന്ന് വന്ന ഒരു കാര്യം പറഞ്ഞു. ഒരു മിനിറ്റ് ഒരു കാര്യം. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ വളർത്തിയാൽ ഞങ്ങൾ മേല് തൊട്ട് നോവിച്ചിട്ടില്ല അതിനെ. ഇപ്പൊ അത് കരഞ്ഞ് നിലവിളിച്ച് ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുക. എന്നാ കാരണം എന്ന് പറയണം. എന്നാ കാര്യം എന്ന് പറഞ്ഞു. അയ്യോ മെനകെട്ട കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഓർത്താ എനിക്ക് വേണം. എന്റെ ചേച്ചിയുടെ മൂക്കിൽ നിന്ന് ചോര വന്നെന്ന് ചോദിച്ചോളൂ. കുടുംബ ജീവിതമാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പം സമാധാനമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാതെ മനുഷ്യന് വേദേ കയറുകയല്ല വേണ്ടേ. അറിയോ? എന്നാ കേസ് എന്ന് പറ. എന്നാ കേസാന്നോ? എന്നാ കേസ് പറ. ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യോ? ഈ പെണ്ണുമ്പിള്ള കട്ടിലേക്ക് ചാടിക്കയറി എനിക്കിട്ടൊരു ഉമ്മ. കഴിഞ്ഞ 10-25 വർഷമായിട്ട് കല്യാണം കഴിക്കുന്നു പറയുമ്പം കാലം കൊണ്ട് കളം വരയ്ക്കുകയും ഇന്ന് നാണം കുങ്ങുകയും ചെയ്ത പെണ്ണുമ്പളയിൽ നിന്ന് ഒപ്പിച്ച പണി കണ്ടോ? എന്നാ കാണിച്ച അവിടെ? ഇതെന്നാടാ കാണിച്ച നാണം കരുതി? കുറുകണോ? എന്നാ അവസ്ഥ എന്നാ? എന്താ കാണിക്കണെന്നാ? 8 വയസ്സോ അല്ല 17 വയസ്സോ അല്ല 18 വയസ്സോ? എന്നെ വെറുതെ മിണ്ടല്ലേ നാണം കെടുത്തിട്ട്. അല്ല വേറെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങ് സംഭവിച്ചു. അത് കുടുംബജീവിതത്തിലുള്ളതല്ലേ? അത് ശരിയാണല്ലോ. നിങ്ങൾ
നിങ്ങളോട് ഒരു ഡിമാൻഡ് അല്ലേ ഞാൻ പറഞ്ഞോളൂ. അല്ല ഞാൻ പറയട്ടെ ഒരു കുടുംബജീവിതമാകുമ്പോ ഇതൊക്കെ പിന്നെ നിങ്ങൾ എന്താ ഇത്ര പ്രഷർ എനിക്കതിന് താല്പര്യമില്ല. ഹേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വിവാഹമേ ഉള്ളൂ. ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ തലക്കരിന്ന് കഴിയണം. വർഷം എന്റെ കുഴിമാടത്തിൽ തിരി കത്തിക്കണം. അത് മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ പാസ്റ്ററും പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യടാ, അകത്ത് എന്നാ തിരി എടുത്തോണ്ട് വാ. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചോണത്തിട്ട് അത്താഴില്ലെന്ന് പറഞ്ഞ് ഇയാളെ ഉണ്ടല്ല ഇപ്പൊ തന്നെ തല്ലിക്കൊന്ന് കുടിച്ചു മൂടിയിട്ട് നമുക്ക് തിരി കത്തിച്ചേക്കാടാ. Comedy Masters.